ഇരയ്ക്കൊപ്പം നിൽക്കും, വേട്ടക്കാരന് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് ലജ്ജയില്ലാതെ പറഞ്ഞ ചരിത്രം കേരളത്തിൽ ഒരേയൊരു സംഘടനയ്ക്കേയുള്ളൂ. നടി ആക്രമിച്ച കേസിൽ അറസ്റ്റ് ഉണ്ടാകുന്നതുവരെ ദിലീപിനെ ഒരിക്കലും തള്ളിപ്പറയാൻ നാവ് പൊങ്ങാതിരുന്ന താരസംഘടന. രണ്ടുപേരും മക്കളാണെന്നും ഞങ്ങൾ ആരെയും തള്ളിപ്പറയില്ലെന്നും മാധ്യമങ്ങളോട് കയർത്തും ഭീഷണിപ്പെടുത്തി മാത്രം സംസാരിച്ച സംഘടന. ദിലീപിനെ എല്ലായ്പ്പോഴും ചേർത്ത് പിടിച്ച് എതിരെ ശബ്ദമുയർത്ത വനിതകളെയെല്ലാം സംഘടനയിൽ നിന്ന് ചവിട്ടി പുറത്താക്കാൻ തിടുക്കം കാണിച്ച അതേ സംഘടന. കേസിൽ ഈ നാട്ടിൽ ഏറ്റവും അധികം പ്രതിരോധത്തിലായ വിമർശിക്കപ്പെട്ട മറ്റൊരു സംഘടനയുമില്ല അസോസിയേഷൻ ഓഫ് മലയാളം മൂവി ആർട്ടിസ്റ്റ് എന്ന അമ്മയ്ക്കപ്പുറം. ആ താരസംഘടനയിലെ താരരാജാക്കന്മാർ തൊട്ട് പവർ ഗ്രൂപ്പുകൾ വരെ ബബ്ബ എന്ന ഭയഭക്തി ബഹുമാനത്തോടെ 8ാം പ്രതിയായിട്ടും ദിലീപിന്റെ പേര് ഇതുവരെ ഉച്ചരിച്ചിട്ടുള്ളൂ. വിമർശനങ്ങൾ കൊണ്ട് നാട്ടിൽ തലയുയർത്തി നടക്കാനാവാതായപ്പോൾ ഒടുവിൽ സംഘടന പൊളിച്ചു പണിതു. സ്ത്രീ പ്രാതിനിധ്യം കൊണ്ടുവന്ന് ഞങ്ങൾ ഈ കൊടും ക്രൂരതയ്ക്ക് കൊടുത്ത പിന്തുണയ്ക്ക് പശ്ചാത്താപം ചെയ്യുകയാണെന്ന് പറയാതെ പറഞ്ഞു അതേ അമ്മ. പക്ഷേ ഇതാണോ നീതി എന്ന് ഒരു നാട് മുഴുവൻ ചോദിക്കുന്ന ഒരു വിധി പുറത്തു വന്നിട്ടും നിയമം നിയമത്തിന്റെ വഴിക്ക് എന്ന ഒഴുക്കൻ മറുപടി വാർത്താക്കുറിപ്പിലിറക്കി തടി തപ്പുകയാണ് അമ്മയുടെ പുതിയ ഭാരവാഹിത്വം. ദിലീപിനെ കൊട്ടിഘോഷിച്ച് തിരികെ ആനയിക്കാൻ ചർച്ചകൾ കൊണ്ടുപിടിച്ചു നടക്കുമ്പോൾ അതിജീവിതയ്ക്ക് വേണ്ടി കമാന്ന് മിണ്ടാതെ ഉരിയാടാതെ അമ്മയുടെ സ്ത്രീ ഭാരവാഹിത്വം എന്ത് മാറ്റമാണ് ഈ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ കൊണ്ടുവന്നത്? ഓരോ വരിയിലും പരോക്ഷമായി വെല്ലുവിളിക്കുന്ന ഡയലോഗുകൾ കുത്തിനിറച്ച് ഇത് മതിയോ എന്ന് ചോദിക്കാൻ മോഹൻലാലിന്റെ ബിഗ് എൻട്രി വരെ കൊണ്ടുവന്ന് ഇതാണ് ഞാൻ കാത്തിരുന്ന എന്റെ കംബാക്ക് മൊമെന്റ് എന്ന് വിളിച്ചു പറഞ്ഞ് ദിലീപ് ഒരുക്കുന്ന ബ്രഹ്മാണ്ഡം സിനിമ തിയേറ്ററിലേക്ക് വരാനൊരുങ്ങുമ്പോൾ ഇനി തിരുവാക്ക് എതിർവായില്ല എന്ന് പറയാതെ പറയുകയാണോ ഈ താരസംഘടന? അമ്മ മുഖം മിനിക്കിയെന്നും ഉടച്ചു വാർത്തെന്നും കൊട്ടിഘോഷിച്ച താരസംഘടനയുടെ ആ പെൺമക്കളൊക്കെ ഇപ്പോൾ എവിടെ പോയി? നാട്ടിലെ പോലീസ് മുഴുവൻ അരിച്ചുപെറുക്കിയിട്ടും പൊടി പോലും കാണാതിരുന്ന പീഡന കേസ് പ്രതിയായ MLA ഒളിവ് ജീവിതവും കഴിഞ്ഞ് ആഘോഷമായി വന്ന് വോട്ട് ചെയ്ത് മടങ്ങിയ ദിവസമാണിന്ന്. ഈ നാട്ടിൽ നിങ്ങളിനി എന്ത് നീതിയാണ് പ്രതീക്ഷിക്കേണ്ടത്?